ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും കേരള പോലീസും എല്ലാം സംയുക്തമായി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനധികൃതമായി താമസിച്ചിരുന്ന വിവിധ ബംഗ്ലാദേശികളെ, അതിലും തന്നെ അപകടകാരികളായിട്ടുള്ള പലരും, കാരണം ഭീകരവാദ ബന്ധങ്ങളുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള പലരെയും, ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ച് താമസിച്ച് ഇവിടെ 15 വർഷങ്ങളോളമായി റിയൽ എസ്റ്റേറ്റ് വ്യാപാരങ്ങളിലൊക്കെ ഏർപ്പെട്ട് കോടികൾ സമ്പാദിച്ചതും, പിന്നൊരു ജ്യുവൽ കിങ് കുറേ നാളുകളായി 2017 മുതൽ കേരളത്തിലുണ്ട്, വളരെ നിശബ്ദനായി ഒരു സ്ലീപ്പർ സെല്ലിൻ്റെ എല്ലാ സ്വഭാവങ്ങളും പ്രകടിപ്പിക്കുന്ന തരത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ അയാളുമായി പരിചയമുള്ളവർ പറയുന്ന അയാളുടെ ഒരു സ്വഭാവ രീതി കേൾക്കുമ്പോൾ ഒരു സ്ലീപ്പർ സെല്ലിൻ്റെ, ഭീകരവാദ സംഘങ്ങളുടെ ഒരു സ്ലീപ്പർ സെല്ലിൻ്റെ ഒരു സ്വഭാവമെല്ലാം പ്രകടിപ്പിക്കുന്ന ഒരു ജ്യുവൽ കിങ് എന്നൊരു ബംഗ്ലാദേശി, ഇത്തരത്തിലുള്ള നിരവധി ബംഗ്ലാദേശികൾ പിടികൂടപ്പെട്ടതും, പെരുമ്പാവൂർ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ബംഗ്ലാദേശികൾ തിടുക്കത്തിൽ നാട് വിട്ടു പോകുന്ന സംഭവങ്ങളുമെല്ലാം തത്വമയി ന്യൂസ് പലപ്പോഴായി പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള വാർത്തകളിലൊന്നായിരുന്നു അത്. അതൊരു പക്ഷേ പ്രേക്ഷകരുടെ മുമ്പിൽ ആദ്യം എത്തിച്ച മാധ്യമം തത്വമയി ന്യൂസ് തന്നെയായിരിക്കും. മറ്റ് മാധ്യമങ്ങൾ പിന്നീട് അത് ഏറ്റെടുക്കുകയായിരുന്നു. എന്നാൽ പോലും അതിന് മുഖ്യധാരാ മാധ്യമങ്ങളിൽ വലിയ പ്രാധാന്യം ഇപ്പോഴും ലഭിക്കുന്നില്ല. ഈ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു കാര്യം കൃത്യമായിട്ടൊന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് വീണ്ടും ആ വിഷയം ഒന്ന് കയ്യിലെടുക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്രയും ആളുകൾ പിടികൂടപ്പെടുമ്പോൾ ഈ മുംതാസോ ജ്യുവൽ കിങ്ങോ ഈ വ്യക്തികളല്ല പ്രധാനപ്പെട്ട വിഷയം. ഈ വ്യക്തികൾ ഇവിടെ എങ്ങനെ എത്തി എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു അവരുടെ മാർഗമായി പറയുന്നത് ബംഗ്ലാദേശിൽ നിന്ന് പശ്ചിമ ബംഗാൾ വഴിയും ആസാം വഴിയുമൊക്കെ അവർ വന്നുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് 2017 വരെ വലിയ സംഖ്യകളിൽ. അവിടെ മമതാ ബാനർജിയുടെ സർക്കാർ പശ്ചിമ ബംഗാളിലും ആസാമിൽ മുൻപുണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ സർക്കാരുകളും അവർക്ക് വേണ്ട ഒത്താശകളെല്ലാം ചെയ്തു കൊടുത്തിരുന്നു. അതിൽ ഒരു കാര്യം പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവർ നേരെ അവിടുത്തെ നദിയോ മറ്റോ, അതിർത്തികളായി പലപ്പോഴും ഈ പ്രദേശങ്ങളിലെല്ലാം പശ്ചിമ ബംഗാളും ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന പല സ്ഥലങ്ങളിലും നദിയാണ് അതിർത്തി. അവിടെ വേലികൾ പോലും ഇല്ലാതിരുന്നു. ഇപ്പോഴാണ് BSF വേലി കെട്ടുവാനുള്ള ഒരു ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്, ഏതാണ്ട് പൂർത്തിയാക്കി വരുന്നത്. അതിനു മുൻപ് നദികളായിരുന്നു. ഈ നദിയിലിറങ്ങി നേരെ ഇങ്ങി വരികയല്ല ചെയ്യുന്നത്. ഈ പ്രദേശങ്ങളിലെല്ലാം കള്ളക്കടത്തുകാർക്ക് അവരുടേതായിട്ടുള്ള മാർഗങ്ങളുണ്ട്. അത് കന്നുകാലി കള്ളക്കടത്തുകാരാവട്ടെ, ഈ വ്യാജ നോട്ടിൻ്റെ കള്ളക്കടത്തുകാരാവട്ടെ, മയക്കുമരുന്നിൻ്റെ കള്ളക്കടത്തുകാരാവട്ടെ, ആ സംഘങ്ങൾക്ക് അവരുടേതായിട്ടുള്ള പ്രത്യേക വഴികളുണ്ട്, രഹസ്യ മാർഗങ്ങളുണ്ട്. അവർക്കെല്ലാം കൃത്യമായിട്ട് ആ പ്രദേശങ്ങളിൽ എപ്പോഴൊക്കെയാണ് പെട്രോളിംഗ് നടക്കുന്നത്, BSFൻ്റെയോ അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള നിയമപാലകരുടെയോ പെട്രോളിംഗ് നടക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങളുണ്ട്.